റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ചക്ക് പറഞ്ഞു, നിങ്ങളോട് എന്നോട് വലാ തഹസദൂ, നിങ്ങ അപ്പുറം നെഞ്ച് വെക്കണ്ട, പക വെക്കണ്ട, കേട് വെക്കണ്ട, നെഞ്ച് കാറണ്ട, ചതി വെക്കണ്ട. വലാ തബഅലൂ, നിങ്ങ പരസ്പര അരസ വെക്കണ്ട. ഇത് പറഞ്ഞിട്ട് പിന്നെ റസൂൽ പറഞ്ഞ പോയിന്റ് എന്തറിയാ? ഇത് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള ചൊന്നന്തറിയാ, നിങ്ങ നെഞ്ച് വെക്കണ്ട, പക വെക്കണ്ട, അസൂയ വെക്കണ്ട, അർസപ്പെടണ്ട ചൊന്നോട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തറിയാ? അത്തഖ്വാഹ ഉനാ, അത്തഖ്വാഹ ഉനാ, അത്തഖ്വാഹ ഉനാ. തഖ്വ എന്നത് ഇവിടെയാണ്, തഖ്വ എന്നത് ഇവിടെയാണ്. അത് ഖൽബിലാണ്, മനസ്സിലാണ്, ഹൃദയത്തിലാണ്. തഖ്വ എന്നത് കേവലം നിസ്കാരമല്ല, തഖ്വ എന്നത് കേവലം നോമ്പല്ല, തഖ്വ എന്നത് കേവലം ഖുർആൻ ഓത്തല്ല. തഖ്വ എന്നത് ഇവിടെയാണ്. നമുക്ക് ഇതന്നെയാണ് ഇല്ലാത്ത, നമുക്ക് തഖ്വ തന്നെ ഇല്ലാത്ത. ബാക്കിയെല്ലാം ഉണ്ട്. നിസ്കാരം കണ്ടെങ്കിൽ അവൻ സലാം വീട്ടുന്നേ ഇല്ല, പോ അങ്ങനത്തെ നിസ്കാരം. നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിൽ നെറ്റിയില് 3 ആൾക്ക് തുണി കൽക, അത്ര വലുത്. നോമ്പ് എല്ലാവർക്കും പെരുന്നാളായിട്ട് ഓൻ ഇപ്പോഴും ഉള്ള സാക്കി നോമ്പ്. എന്നിട്ടും ഓന്റെ അത്ര നഞ്ച് കാരണം ഈ നാട്ടിൽ വേറെ ഇല്ല. ഇതാ തഖ്വ അല്ല, തഖ്വ ഇവിടെയാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ മുത്തഖീങ്ങളാകണം. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ഇന്നലിൽ മുത്തഖീന മഫാസ. അല്ലേ? അല്ലാഹുവിന്റെ മുത്തഖീങ്ങൾക്കാണ് വിജയം. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് എല്ലാ സുഖവും, എല്ലാ വിജയവും, സ്വർഗ്ഗവും എല്ലാം മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ. തഖ്വ എവിടെ? അതിവിടെ, നോട്ട് ഇവിടെ. അതതിന്റെ പുറം റേറാണ്, ഇതതിന്റെ പുറത്തേക്കുള്ള പോളിഷാണ്. ഇതെല്ലാം നിസ്കാരമൊന്നും വേണം വേണ്ടെന്നല്ല, ഇതെല്ലാം പുറത്തേക്കുള്ളതല്ലേ, ഇവന് നിസ്കാരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ ആവാണ്ട് കുറെ നിസ്കരിച്ച കാര്യമില്ല. കുറെ നിസ്കരിച്ച ആളെ അബ്ബാസ് ഫസ്റ്റ് ചൊന്നല്ലേ അസാസിൽ, അവന്റെ ഫസ്റ്റത്തെ പേര് അങ്ങനെ. പിന്നെ അവന്റെ കുർത്തക്കേട്ടില് അവന്റെ ഹറാം പറപ്പുകൾ എന്തായി? ഇബ്ലീസ് എന്നായി. എത്ര നല്ല പേര്. അവന്റെ പേര് നോക്കണല്ലോ, മുഹിയുദ്ദീൻ. ആ പേര് ചൊല്ലണമെങ്കിൽ 3 വട്ടം ഒന്നും എടുക്കണം. സ്വഭാവ ജാമ കള്ളന്റെ. ഇപ്പൊ എന്തായി? കള്ളായി. ആ ചങ്ങായി അങ്ങനെ വല്ല ഇബാദത്ത്, ഭയങ്കര നിസ്കാര, ഭയങ്കര ഇൽമു, അതല്ല ജിബ്രീൽ ഉസ്താദല്ലായോ. എന്നിട്ട് എന്തായി? നെഞ്ചുകാറിയ ആലിമായ ആദമിനെ അല്ലാഹു തആല കാട്ടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇയാൾ നിന്റെ കാട്ടി കുറച്ച് ഇൽമു ഇതെല്ലാം ഉണ്ട്, അയാൾ നല്ലോട് പഠിച്ച ആള്, അയാൾ എന്റെ ഇൽമുള്ള ആള്, നീ തെല്ല് റെസ്പെക്ട് എല്ലാം കൊടുക്കണോ? നീ ഇങ്ങനെ കാലിന്റെ മേലെ കാലിട്ടിട്ട് ഇങ്ങനെ നീ വല്ല ആചാറായിട്ടിക്കും, നീ 4 ഇന്നോവ കാറുള്ള ആളായിട്ടിക്കും, നീ സ്വർഗത്തിന്റെ വലിയ ബോസ് ആയിട്ടിക്കും എന്നും അയാൾ ഇൽമുള്ള ആള്, അയാൾ നല്ല മര്യാദ വെക്കണം ചെന്നപ്പോ അവന്തിരി ചെന്നത്ര എന്ത് മര്യാദ? ശമ്പളത്തിന്റെ ആള്. അന ഖൈറു മിന്നു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഓനക്കാലം ഞാൻ ബെസ്റ്റ്. എന്തേ? അവനെ നീ മണ്ണിൽ പഠിച്ച, എന്നെ നീ തീയിൽ പഠിച്ച. ഓന്റെ വിചാരിച്ചെന്ന് ഒന്നുണ്ടാ? മണ്ണും ചൊന്നെങ്കിൽ എപ്പോഴും മേലെറിഞ്ഞെങ്കിൽ കീലേ വണ്ടോ. നിങ്ങ ഓടെ വേണം, നിങ്ങ മണ്ണ് മേലെറിയൂറോ കീലേ വണ്ടോ, തണ്ണി കിട്ടൂല കീലേ പോണ്ടോ. അതേ ടൈമിൽ തീ അങ്ങനെയല്ല, തീ ഓട കത്തിച്ചെങ്കിലും ദഗദഗാന് മേലേ പോണ്ടോ, തീ അഡ പോണ്ട. എന്തൊക്കെ മൂളറുപോവോ നിങ്ങ? തീ ദഗദഗാന് മേലേ പോണ്ടോ. ആ ഐഡിയത്തിൽ ചൊന്നോ, അത് തിങ്കാക്കിട്ട് ഓൻ ചൊന്നോ, പഠിച്ചോനെ ആന ഖൈറു മിന്നോ, അവന്റെ കാലും നാണ് മേല്. അയാളെ റെസ്പെക്ട് ആക്കൊന്നും നാനില്ല. സത്യത്തിൽ തീയാ മേല് മണ്ണാ മേല്. ഏതൊക്കെ പവർ? ഞങ്ങളെ പഠിച്ച മണ്ണുക, അവന്റെ പഠിച്ച തീക മണ്ണുക. എന്തേ ഓടെ തീ പിടിച്ചെങ്കിൽ ഒരു പട്ടി മണ്ണ് കൊണ്ടിട്ട് അപ്പൊ കെട്ടിട്ടായി. ഓടെ മണ്ണുണ്ടെങ്കിൽ ഒരു പെട്രോൾ കൂടെ കത്താല കത്തുങ്ങ അപ്പം കേട്ടു. പിന്നത് മണ്ണവിടെ മേയിക്കും. എപ്പോഴും തീനെക്കാട്ടും മണ്ണെന്നെയാണ് വലുത്. ഞാൻ ഇതിന്റെ ഫിലോസഫി പറഞ്ഞല്ല, ഞാൻ ഒരു ഭാഗം പറഞ്ഞ.
ഓ ചിന്തിച്ച ആ രീതിയിലെല്ലാമാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഈ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. സത്യം പറയട്ടെ, ഓന്റെ മനസ്സിൽ നല്ലോണം നെഞ്ചുണ്ടായി, അസതുണ്ടായി, അസൂയുണ്ടായി, ആദമിനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായി. അവന്റെ തഖ്വ പോയി, അവന്റെ തഖ്വ പോയി. ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില ആജിമാർ, ഞങ്ങളുടെ ഇടയിലുണ്ട് ചില ഉംറക്ക് പോയ ആൾമാർ, ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില നല്ലോണം നിസ്കാരമുള്ള ആൾമാർ, ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില എന്നെ പോലത്തെ മൊയിലാമാർ, നല്ലോണം നഞ്ചകാര ആൾമാർ. ശരിയല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളെ കഥ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യനായ ആദം, ആദം, ആദ്യത്തെ നബിയായ ആദം, എല്ലാം കൊണ്ട് ലോകത്തിന്റെ ആദ്യത്തെ വ്യക്തിത്വമായ ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളാണല്ലോ ഹാബീലും കാബീലും. അല്ലേ അല്ലേ? ഇതിൽ ഫസ്റ്റ് വന്ന ആളാണ്. ഇവിടെ എല്ലാവർക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവും അല്ലേ? ഹാബീല കാബീല. ഇതിൽ ഏതോ വർത്ത സ്വിച്ച് പിടിക്കാത്ത ആൾ, ഒരാൾ നല്ല ആൾ, അത് ആറ്, അത് ആറില്ല ചൊല്ല, ആർക്കും പിടിയില്ല. ചില മൊയിലാമാർക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവും. ഉടലൂർക്കല്ല, അല്ല, അത് ഈ യാസീൻ സൂറത്ത് പോലെ. യാസീൻ സൂറത്തുണ്ടല്ലേ, അത് എത്രേ കാണത് പഠിച്ചു എനക്ക് തപ്പു. നക്ക് ഒരാളെ സപ്പോർട്ട് ഇല്ലാണ്ട് അത് മുന്നേക്ക് പോന്നേ ഇല്ല. നണ്ട് വിഷയം ചൊല്ലേ, നിങ്ങൾ 2 വർഷം വേലക്ക് വിളിച്ചെങ്ങോ വലിയ വിഷയം ഇല്ല, വിളിച്ചില്ലെങ്കോ വലിയ വലിയ ആൾമാരല്ലോ വിളിക്കൂറ, അങ്ങനെ വിളിക്കൂറോ. യാസീൻ അങ്ങനെ ഉണ്ട്. ചില ആൾമാർക്ക് എത്ര കാണാതോല്യം കൊണ്ടല്ലേ, ചില ആൾമാർക്ക് തപ്പു. എപ്പോഴും അല്ല, എപ്പം ഒരുക്ക തപ്പു. എല്ലാവർക്കും അല്ല, ചില ആൾമാർ എപ്പോഴും അല്ല, എപ്പം ഒരുക്ക. നിങ്ങൾ നാളെ ക്ലിപ്പിട്ടിട്ട് പുളിപ്പാക്കിയിട്ടുണ്ട്. യാസീൻ ആർക്ക് പണ്ടില്ല, നീ ആൾ ചൊന്നൊരു കേക്കറുകളാ ഹെഡിങ് കൊടുക്കുമോ ഓന്റെ മകളി എൽദ്രോ. നാണ് 9 വർഷം 10-11 വർഷം എന്തോ പ്രസംഗിച്ച ഒരു ക്ലിപ്പില് ഇന്നെല്ലാം മുഞ്ഞാണ്ട് അമിത് ഷാന്റെ ഫോട്ടോ ഇട്ടിട്ട് എഡിറ്റ് ആക്കി വന്നത്. നാണ് പ്രസംഗിക്കുമ്പോ ആ ചങ്ങയുടെ അഡ്രസ്സിലേ ഇല്ല. പോ അല്ല, എഡിറ്റ് ആക്കിയോണം അല്ല വിടുവാ. നാളെ എന്തെങ്കിലും ഒരു പ്രത്യാഘാതമായെങ്കിൽ പേടിയില്ല. അള്ളാന്റെ ദുനിയാവില് അവൻ വിധിച്ചതേ നടക്കുമത്ര, അതിന്റെ അപ്പുറം എന്തോ ആന്നില്ലേ. എന്തെങ്കിലും കുതന്ത്ര നിങ്ങൾ എപ്പോഴും പേടിക്കണോ? എന്തെങ്കിലും നായക ആരിയിൽ ജവാബ്ദാരി. എഡിറ്റ് ആക്കിയോണക്ക് പൈസയും കിട്ടിയല്ല, അവന്റെ പേരും പൊന്തി ഞങ്ങ ഗോവിന്ദ. ആ ടൈമിൽ ഈ ചങ്ങ ഇല്ലാത്തിലോ, ഗുജറാത്തിലേ ഇല്ല, മാരി ഇപ്പൊ വന്നോ. ഇത് ഇന്നലെ എഡിറ്റ് ആക്കുമ്പോ ഓന്റെ ഫോട്ടോ അല്ല, എന്റെ കാട്ടി ചന്തമുണ്ടോ ഓന്റെ ഫോട്ടോ. അപ്പൊ ഒരു വലിയൊരു ഉസ്താദെ വിളിച്ചിട്ട് നണ്ടോട്ട് ചൊല്ലോ, ഉസ്താദ് ഈ എഡിറ്റ് ആക്കിയോണ്ട് എനിക്ക് ഗുരുത്തുണ്ടാ ഇല്ല. ഇതെല്ലാം അവരോട് ചൊല്ലോ, ആ ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ട് എഡിറ്റ് ആക്കിയിട്ട്. കാരണം വലിയ വലിയ ആൾമാർക്ക് ഇതിൽ പേടിയത് ഇങ്ങനെ. ഇപ്പൊ അങ്ങനെയല്ല പോവാം ഞങ്ങളെ അവസ്ഥ. കണ്ടില്ലേ, ഞങ്ങളെ മദനി ഉസ്താദ് അബ്ദുൽ നാസർ മദനി ഉസ്താദ്, അയാൾക്ക് ഇത്രയല്ല ദ്വാരന്ന്, ഇത്രയല്ല ചെലവിട്ട്, ഇത്ര വലിയ വലിയ വക്കീൽമാരിലെ വെച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വക്കീൽ, അഡ്വക്കേറ്റ്, കോൺഗ്രസിന്റെ സീനിയർ ലീഡറായിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാൾ മഹാനായ കപിൽ സിബൽ. അയാളെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇയാൾക്ക് ജാമ്യം കിട്ടി. ഒരു 3 തിങ്ങമ്മ 2 തിങ്ങമ്മ റായത്തൊക്കെ പോയിട്ട് പറയാന്ന് കോർട്ട് വിധിച്ച്. എന്നിട്ടും ഇങ്ങ വിടില്ല. ഇങ്ങ പിച്ചോട്ടം തോന്നുന്നുണ്ട, കോടി ഉറുപ്പ കെട്ടിയിട്ട് പോണോ? പോലീസുകാരെ ചെലവ്, ആ ചെലവ്, ഈ ചെലവ്. അതായത് എന്തെങ്കിലും ആക്കിയിട്ട് ഇയാളെ ബുദ്ധിമുട്ടാക്കണം തന്നെ. ചന്തത്തിൽ പോയിട്ട് പറ വീട് തീരാ. ഞാൻ ഇത് അങ്ങനെ ദൂരല്ല. ഒരു മനുഷ്യർക്ക് മനുഷ്യത്വ മാനുഷിക പരിഗണന ചെന്നിട്ടൊന്നില്ലേ. ഇണ്ട് കോർട്ട് കേട്ടാതേ, ഇന്ന് കോർട്ടിൽ ചർച്ച വന്ന കോർട്ട് കേട്ട്, സുപ്രീം കോടതി ജഡ്ജിമാർ ഞങ്ങളെ ജുഡീഷ്യറി കേട്ട് അയാള് പോണ്ടത് ഇല്ലാണ്ടാക്കണം. നിങ്ങളെ മനസ്സാ ഇത്രല്ല ഈ കോടി നിങ്ങൾ ബലവിച്ചുണ്ടോ? പോലീസിന്റെ ചെലവ്, ആ ചെലവ്, ഈ ചെലവ്. അപ്പൊ അയാൾക്ക് കൊടുത്തതും പെണ്ണയാ. ഇതൊക്കെന്താ അർത്ഥമുള്ളത്? കോടതി കേട്ട്. അപ്പൊ കുതന്ത്രകാരിക്ക് അത് എപ്പോഴും ഉണ്ട്. ജാഗ്രതാക്കണം. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അവൻ നാളെ ക്ലിപ്പാക്കുമ്പോ ക്ലിപ്പാക്കണ്ട. എന്റെ ക്ലിപ്പാക്കുന്ന കാറ് ഏജന്റും ഇല്ല, എന്തും ഇല്ല. നക്ക് ക്ലിപ്പാക്കിയോണ്ട് നക്ക് അറിയൂല്ല. നാണ് വരുന്ന വയല് കഴിഞ്ഞിട്ട് 11-12 മണി എന്താ ഒസങ്കടി എത്താനായി. അപ്പൊ നക്കൊരു ചായ കുടിക്കണമെന്നായി. ഒസങ്കടി റോഡ് സൈഡിൽ ഇപ്പൊ ഹൈവേ ലെഫ്റ്റ് സൈഡ്, അങ്ങ് പോകുമ്പോ ലെഫ്റ്റ് സൈഡ്. ഞാൻ ഹോട്ടലിന്റെ പേര് ചൊല്ല, നാളെ അതും ക്ലിപ്പായിട്ട് വരും. ഞങ്ങളെ ഹോട്ടൽ പബ്ലിസിറ്റി ആക്കി ഇയാള് ഏജന്റ്. ഞാൻ അവിടെ ചായ കുടിക്കാൻ കയറി. ഒരു ചായ കുടിച്ചിട്ട് പിന്നെയും പോകണോ? കാസർഗോഡ് അങ്ങ് എത്തണ്ടേ. ചായ കുടിച്ചിട്ട് നിൽക്കുമ്പോ ഒരു 2-3 ആൾ വന്നായിരുന്നു. കാണുമ്പോ നല്ല മൊയിലാമാറാ മനുഷ്യന്മാരാന്ന് ഇപ്പൊ ചൊല്ലില്ല, ഇപ്പൊ കേക്കണ്ടേ.
വന്നിട്ട് മാഷാ അല്ലാ നിങ്ങളെ കണ്ടതിൽ സന്തോഷം, സെൽഫി ഗിൽഫി എല്ലാം എടുത്താറ്, എല്ലാം ആക്കിയാറ്, ഞങ്ങളെ ചായന്റെ പൈസ വാങ്ങി കൊടുത്താറ്, എല്ലാം റാഹത്തായി. പോകുമ്പോൾ ചൊന്നും സാർ